ഡോക്ടർ അരുൺ, ഇത് സുഭാഷിന്റെ, അതായത് കല്യാണിയുടെ മുത്തശ്ശിയാണ്. ഇന്നലെ എപ്പോഴാണ് ഇവിടുന്ന് കുഞ്ഞു പോയെന്ന് അറിയില്ല മാഡം. ഞാനിവിടെ ഇല്ലായിരുന്നു. എന്റെ ഹസ്ബൻഡിന് ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രി കിടക്കും. ഞാൻ അങ്ങോട്ട് വെളുപ്പിന് പോയതാ. ഞാൻ പോകുമ്പോൾ കൊച്ചിന് ഞാൻ പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ആടിനെ കറന്ന് ചായ എന്ന് വെച്ചാൽ അതിന് ജീവന. കുട്ടൂനെ കറന്ന് ചായ വെക്കണം പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്ത് ഇവിടുന്ന് രാവിലെ പോയതാണ്. ഞാൻ ഇന്നലെ എന്റെ മോളെ കണ്ടിട്ടില്ല. തലേ ദിവസം വൈകുന്നേരം രാത്രി വന്ന് കഞ്ഞി കോരി കൊടുക്കണത് ഞാനാ. ഡെയിലി കഞ്ഞി കോരി കൊടുക്കാൻ പറഞ്ഞ് കഞ്ഞിയും കൊണ്ട് വന്ന് ഞാൻ കോരി കൊടുക്കണം. അവളുടെ അമ്മ തന്നെ എന്റെ കൈ കൊണ്ടുവന്ന് കഞ്ഞി തരാറുണ്ട്. ഞാൻ കോരി കൊടുക്കണം അതെന്ന്. ഇന്നലെ രാത്രി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കാണ് ഈ സംഭവങ്ങൾ അറിയണത്. അവിടെ നിന്ന് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടാണ് എന്നെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. മകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ അവൾ തല്ലിക്കൊന്നു. കാരണം 2 മക്കളെയും കൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുപോലെ പോയി ഇവിടുന്ന് ആരോടും പറയാണ്ട് അവൾ ഇറങ്ങിപ്പോകും. അവക്കടെ തള്ള കാശ് കൊണ്ടേ കൊടുക്കും. അവളുടെ ചേട്ടത്തി വിളിച്ചു പറയും. അവൾ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വിളിച്ചു പറയും. അവക്കടെ ചേട്ടത്തി പറയും, നീ അങ്ങ് പോരെ, നീ പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് പോരെന്ന് പറയും. ഒരു പ്രാവശ്യം കൊച്ചില്ലാണ്ട് ഒരു പിള്ളേർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പോയി അവിടുത്തെ അച്ഛൻ പറഞ്ഞു വിട്ടു, കൊച്ചില്ലാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു വിട്ടു. ആ കൊച്ചില്ലാണ്ട് വരണ്ടാന്ന് പറഞ്ഞു വിട്ടിട്ട് അവള് പിറ്റേ ദിവസം കാലത്തെ തന്നെ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയാലും ഞങ്ങളോട് ആരോടും പറയില്ല. പോയി വൈകുന്നേരം ആകുമ്പോൾ വരാറുണ്ട്, പോവാറുണ്ട്. എല്ലാം പറക്കിക്കൊണ്ട് പോവുള്ളൂ. പോകുമ്പോ ചട്ടിയും പാത്രങ്ങളും സർവത്രവും പറക്കിക്കൊണ്ടുപോകും. ഒരു ജോഡി ഡ്രസ്സ് പോലും ഇവിടെ വെക്കൂല, എല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞെന്നറിയാമോ, ഒന്നും അവൻ വാങ്ങിച്ചു കൊടുക്കണില്ല എന്ന് പറയണത്. ഒന്നും ഇവൻ വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ ഭർത്തൃ വീട്ടിൽ ഇവിടെ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ മാതാവ് പറയുന്നത്. അത് അവര് പറയണതാ. പീഡനമില്ല. ഈ അയൽവക്കത്ത് ഇവരൊക്കെ ആൾക്കാരാണെങ്കിൽ ഈ അയൽവക്കം ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ചോദിച്ചു നോക്കിയാൽ അറിയാം. മേഡത്തിന് ആരെ വേണമെങ്കിലും ചോദിച്ചാൽ അറിയാം. കാരണം ഇത്ര അടുത്ത് ഞങ്ങൾ എന്റെ മോൻ തന്നെയാണെങ്കിൽ അവൾ ബാക്കി ഉണ്ടാവില്ല. കാരണം എന്റെ മോനെ പീഡിപ്പിക്കാനല്ല, ഇവള് സൈ കെട്ട് കഴിയുമ്പോ എന്റെ മോൻ ഇറങ്ങിപ്പോകും. അമ്മയെ നേരത്തെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ശീലം വല്ലതും ഉണ്ടായിരുന്നോ? കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ശീലങ്ങളും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ച് കൊച്ചിന്റെ നെഞ്ചത്തേക്ക് അവൾ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ തടിച്ചിട്ട് എന്റെ കൊടുത്തു. അതില്ലാണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിനടിച്ചത്, തലക്കിട്ട് അടിച്ചു. കല്യാണിയുടെ തലക്കെട്ടും നെഞ്ചിനും കാശിക്ക് മൂത്ത കുഞ്ഞിനെ ടോർച്ച് കൊണ്ടടിച്ചു, ടോർച്ച് വെച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് മോളെ അടിച്ചു. അതിന്റെ ഇവിടെ ചെവിയുടെ ഇവിടെ ഉണ്ട്. അപ്പൊ മോളെ അടിച്ചപ്പോ കാശി മോളെ വലിച്ച് റോട്ടിൽ പോയി നിന്ന്. അപ്പൊ അവളുടെ അമ്മ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. മൂത്ത കുഞ്ഞ് കാശി, ഡോക്ടർ അരുൺ ഇവിടെ മോൻ നിപ്പുണ്ട്, നമ്മൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മൂത്ത കുഞ്ഞ് ഈ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്. മൂത്ത മോനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് നേരത്തെ എന്നാണ് അമ്മ പറയുന്നത്. മോനെ ഉപദ്രവിച്ചാണ് അന്ന് മോളെ പോയപ്പോ 2 പേരെയും പിടിച്ചു വലിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്റെ ഇളയ മോനെയും കൊണ്ട് മരുന്നിന് പോയേക്കുമായിരുന്നു. ഞാൻ വരുമ്പോ അച്ഛൻ ശ്വാസം മുട്ടുമായിട്ട് അറിയത്തിരിക്കുമായിരുന്നു. വന്നപ്പോ കൊച്ചങ്കമാടി പോയെന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അവള് 2 ബാഗുമായിട്ട് ഇവിടുന്ന് പോണുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ എന്റെ മോനെ വിളിച്ച് ഞാൻ ചോദിച്ചു, വീട്ടിൽ പോണ കാര്യം പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ അവൻ ജോലി സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയായിട്ട് വീട്ടിൽ പോയത് വീണ്ടും വിളിച്ചു അവനെ, ഒന്നുകൂടെ വിളിച്ചു പോയി. അമ്മ ഇന്നലെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും അസ്വാരസ്യമോ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. ഇവിടെ വഴക്കിടാൻ ആളില്ല, അടച്ചു കൂട്ടിയിട്ടിട്ട് പോയേക്കുമായിരുന്നു. ഏതെങ്കിലും രീതിയിൽ അമ്മയോടാണോ വഴക്കുണ്ടാവാറുണ്ടായിരുന്നത്? അല്ല, എന്നോട് വഴക്കുണ്ടാവാറില്ല. അപ്പൊ ഇവർക്ക് എന്തായിരുന്നു ശരിക്കും ഇവിടെ പ്രശ്നം? ഇവർ പറയുന്നത് എന്തിനാ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നത്? അത് അതിന് എന്താ സംഭവിക്കണേന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല, എനിക്കറിയില്ല അതിനെ കുറിച്ച്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പറയണ്ട. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ ഒന്നും പറയണ്ട, അവർക്ക് തോന്നണ പോലെ അവളങ്ങ് ചെയ്യും. ഈ ഇളയ കുഞ്ഞിന് ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ട കല്യാണിയും ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിരുന്നോ നേരത്തെ? കല്യാണിനെ ഉപദ്രവിക്കും. കാശിനെയാണ് ഉപദ്രവിച്ചിരുന്നത്. കാശിനെ ഉപദ്രവിക്കും, കല്യാണിനെ ഉപദ്രവിച്ചു. 2 പേരെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് 2 പിള്ളേരും ഇവിടെ മെമ്പറുടെയും ഈ നാട്ടിലുള്ളവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇനി സന്ധ്യാമനെ ഞങ്ങൾക്ക് വേണ്ട, സന്ധ്യാമ തല്ലിക്കൊല്ലും, സന്ധ്യാമനെ വേണ്ടാന്ന് തന്നെ പറഞ്ഞേ. അപ്പോഴും ഞാൻ പറഞ്ഞു മോനെ, നമുക്കൊരു കുടുംബം കെട്ടിപ്പോക്കാൻ പാടാ, തല്ലിപ്പിരിക്കാൻ വേഗം കഴിയും, നിങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എല്ലാവരും പറയും ഞാൻ ഇപ്പൊ ഭക്ഷണം കാലത്ത് എഴുന്നേറ്റ് കൊച്ചുങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ കൊച്ചുങ്ങൾ ഇവിടെ വന്ന് കഴിക്കും. ആ വീട്ടിൽ നിന്നാണല്ലോ വന്നെ. ഇവിടെ അടുത്തടുത്താണ് താമസിക്കുന്നത് നിങ്ങൾ. തൊട്ടപ്പുറത്ത് സുഭാഷൻ കുടുംബം, അതായത് കല്യാണി താമസിക്കുന്നു, അമ്മയൊക്കെ ഈ തറവാട്ടിൽ താമസിക്കണം. ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ ഇവരെല്ലാം പറയും ഞാൻ അങ്ങനെ വളർത്തിയിട്ടാണ്, ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ വന്നേന്ന് പറയും. അവരുണ്ടാക്കി കൊടുക്കൂല. എല്ലാവരും പോയി കഴിയുമ്പോൾ അവൾ അവൾക്കുള്ളത് മാത്രം ഉണ്ടാക്കി അവൾ കഴിക്കും. കടയിൽ നിന്നൊരു സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ
ഒരു പലഹാരം മേടിച്ചുകൊണ്ടുവന്നാൽ അവൾ തന്നെ കഴിക്കും. ഇപ്പൊ കൊച്ചെന്നോട് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത്, ഞാൻ വന്നപ്പോൾ പറഞ്ഞു സന്ധ്യാമ്മ മിച്ചർ മേടിച്ചിട്ട് തന്നില്ലാന്ന് പറഞ്ഞു. അവളുടെ അമ്മ കഴിഞ്ഞ ദിവസം കണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടായില്ല. കാശ് കൊടുത്തിട്ട് പോകുമ്പോൾ ആ കാശും കൊണ്ട് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളിക്കാരത്തി ഇങ്ങനെ തുളിന്തരടിക്കും. ഇന്നലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്വഭാവ വ്യത്യാസം എപ്പോഴെങ്കിലും കാണിച്ചതായി ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാരണം ഈ കൗൺസിലിംഗും കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പ്രവർത്തനമൊക്കെ നല്ല രീതിയിലായിരുന്നു. കൗൺസിലിംഗ് എവിടെ നടത്തി? അവരെവിടെയും അവിടെ കണ്ട നടത്തിയ, അടിമെല്ലാം കണ്ട നടത്തിയ. ആര് നടത്തി? അവര് നടത്തിച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തിയത്? അത് ഈ കൊച്ചിനെ അന്ന് തല്ലി പോയതിന്റെ സമയത്താ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമല്ല, കാണിച്ചിട്ടല്ല. ഇങ്ങനെ കൊച്ചുങ്ങളെ തല്ലി കഴിഞ്ഞാൽ അവൾ അവിടെ നിന്നപ്പോ എല്ലാവരും പറഞ്ഞൊരു കൗൺസിലിംഗ് നടത്തിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാണ് അവര് നടത്തിയത്. കൗൺസിലിംഗ് എവിടെ നടത്തിയെന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? അടിമാലിയാണോ എവിടെയാണെന്ന് എനിക്ക് ശരിക്കറിയില്ല. അത് അവര് നടത്തിയെന്നാ പറഞ്ഞേ. ഈ സുഭാഷുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നോ? അവക്ക് സുഭാഷിനെ കാണാൻ പാടില്ലാത്ത രീതിയിലാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നോട് അതിനെക്കുറിച്ച് ഒന്നും പറയാറില്ല. ശരി ലേബി, ഭാര്യയും ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു. വേറെ നിങ്ങൾക്കറിയുന്ന പ്രശ്നങ്ങളൊന്നും വേറെയില്ല. ഓക്കെ ലിബി, കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ഒരുപക്ഷെ നേരത്തെ സന്ധ്യയുടെ അമ്മ തന്നെ പറഞ്ഞിരുന്നു 35 വയസ്സുണ്ട്, പക്ഷേ 18 വയസ്സോളം ചേർന്ന ഒരു ബോധ്യമേ ഉണ്ടാവാറുള്ളൂ പലപ്പോഴും എന്നാണ് ഡോക്ടർ കൊടുത്ത സർട്ടിഫിക്കറ്റിലുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും അമ്മ തന്നെയാണത് ചെയ്തിരിക്കുന്നത് എന്നത് സാഹചര്യ തെളിവുകളിൽ പോലീസ് ഇപ്പോൾ ഊഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ലേബി, കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ സഹോദരനുണ്ട്. നമുക്ക് സഹോദരൻ്റെ പ്രതികരണം ലൈവായിട്ട് കൊടുക്കേണ്ടതില്ല. ലേബി കുട്ടിയുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കൂ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒന്ന് മനസ്സിലാക്കൂ. അതിനുശേഷം നമുക്ക് പ്രേക്ഷകരോട് കാര്യങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. എന്താ അതിന് പറയാം, ഏത് സാഹചര്യത്തിലാണ് മനുഷ്യർ എങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. നമ്മൾ അമ്മയെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞ വാക്കുകളാണ്. പലരും സാഹചര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ മാറ്റി തീർക്കുന്നത്. പിന്നെ നമുക്കെന്താ കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ.